വാൽപ്പാറയിൽ വാഹനാപകടത്തിൽ മരണം 9. മലപ്പുറം പാങ്ങിൽ നിന്നും വിനോദയാത്രയ്ക്ക് പോയ അധ്യാപകരാണ് അപകടത്തിൽപ്പെട്ടത്. അധ്യാപകർ ഉല്ലാസയാത്ര പോയ വാഹനം വാൽപ്പാറയിലെ 13ാം ഹെയർപിൻ വളവിൽ നിന്ന് 9ാം വളവിലേക്ക് മറിഞ്ഞാണ് അപകടമുണ്ടായത്. മരിച്ചതിൽ 8 പേർ സ്ത്രീകളും ഒരാൾ പുരുഷനുമാണ്. 2 കുട്ടികളടക്കം 6 പേരുടെ പരുക്ക് ഗുരുതരമാണ്. അതിരപ്പള്ളി വെള്ളച്ചാട്ടം കണ്ട ശേഷമാണ് ഈ സംഘം വാൽപ്പാറയിലേക്ക് പോയത്. മങ്കട, പാങ്, പള്ളിപ്പറമ്പ് GLPS അധ്യാപകരാണ് ഇവർ. വിവരങ്ങളുമായി VK ജിഷാദ് ചേരുന്നുണ്ട്. ജിഷാദ്, അതിദാരുണമായിട്ടുള്ള സംഭവമാണ്. പാങ്ങിന് താങ്ങാൻ കഴിയാത്ത ഒരു ദുരന്തമായി തന്നെ കാണണം. ഈ മരിച്ചവരുടെ വിവരങ്ങൾ ലഭ്യമായിട്ടുമുണ്ട്. എന്താണ് ഈ സ്കൂൾ അധികൃതരും PTAയും ഒക്കെ പറയുന്നത്? എപ്പോഴാണ് ഇവർ പുറപ്പെട്ടത്? വാൽപ്പാറയിലെ വാഹനാപകടത്തിലാണ് 9 മലയാളികൾക്ക് ദാരുണ അന്ത്യം സംഭവിച്ചിരിക്കുന്നത്. മിനി വാൻ മറിഞ്ഞാണ് അപകടമുണ്ടായത്. പരിക്കേറ്റവരുടെ നില ഗുരുതരമായി തുടരുകയാണ്. ഇവരെ പൊള്ളാച്ചി ഗവൺമെന്റ് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. 13 പേരാണ് ഈ വാഹനത്തിലുണ്ടായിരുന്നത്. മരിച്ചവരിൽ കുട്ടികളുമുണ്ട്. പാറമ്മൽ LP സ്കൂളിലെ അധ്യാപകരാണ് അപകടത്തിൽപ്പെട്ടത്. അപകടത്തിൽപ്പെട്ടവരുടെ അതായത് മരിച്ചവരുടെ പേരുവിവരങ്ങൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. സെക്കീന ടീച്ചർ, അതായത് UP സ്കൂളിലെ അധ്യാപികയാണ്. മജീദ് മാഷ്, ഇവരുടെ വൈഫ് റുക്കിയ ടീച്ചർ, അതുപോലെ തന്നെ അജിത ടീച്ചർ, റംല ടീച്ചർ, ആശ ടീച്ചർ, അതുപോലെ തന്നെ സുഹ്ര ടീച്ചർ, ഇഷാം ഈ സുഹ്ര ടീച്ചറുടെ മകനാണ്. പിന്നെ സജിത ഈ സ്കൂളിലെ കുക്കാണ്. ഇവരാണ് മരിച്ചത്. ഈ പരിക്ക് പറ്റിയവരുടെ വിവരങ്ങൾ നൌഷാദ് ഡ്രൈവറാണ്. ഇവരെ കോയമ്പത്തൂരിലെ ഗവൺമെന്റ് ആശുപത്രിയിൽ, അതായത് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ട്രാവലിന്റെ സഹായിയായിട്ടുള്ള ഫാസിൽ, അതുപോലെ തന്നെ ഷഹദീൻ, മസ്ദിൻ എന്നിവർക്ക്, അതായത് 2 കുട്ടികളാണ് ഇവരെയും കോയമ്പത്തൂർ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇന്ന് വൈകിട്ടോടെയാണ് ഈ അപകടം നടക്കുന്നത്. പാങ്ങിൽ നിന്നും വിനോദസഞ്ചാരത്തിനായി എത്തിയതായിരുന്നു ഈ അധ്യാപകർ. ആലിയാൻ ചുരത്തിൽ വെച്ച് നിയന്ത്രണം തെറ്റിയ ഈ വാഹനം 11ാം വളവിൽ നിന്നും 10ാം വളവിലേക്ക് മറിയുകയായിരുന്നു. വാഹനം പൂർണ്ണമായും നിലത്തേക്ക് പതിച്ചു. വാഹനത്തിലുണ്ടായിരുന്ന തെറിച്ചു വീണാണ് ഈ അപകടങ്ങൾ മരിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഇവരുടെ മൃതശരീരങ്ങളെല്ലാം ഇപ്പോൾ ഹോസ്പിറ്റലിൽ മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. അതിദാരുണമായ അപകടമാണ്, അതായത് നാടിനെയും നടുക്കിയ ഒരു അപകടമാണ് ഇന്ന് നടന്നിട്ടുള്ളത്. ജിഷാദ്, ഒരു കാര്യം കൂടി, ഈ വണ്ടിയിലുണ്ടായിരുന്ന വാഹനത്തിലുണ്ടായിരുന്ന കുട്ടികളുണ്ടല്ലോ, കുടുംബാംഗങ്ങൾ അധ്യാപകരുടെ, അവരുടെ വിവരങ്ങൾ എന്താണ് പറയുന്നത്? അവർ ഈ സ്കൂളിൽ തന്നെ പഠിക്കുന്നവരാണോ? എല്ലാവരും പാങ്ങിൽ തന്നെ ഉള്ളവരാണോ ഈ അപകടത്തിൽപ്പെട്ടത്? അതായത് അതായത് അജിത ടീച്ചർ പാലൂർ സ്കൂളിലെ പ്രധാന അധ്യാപികയാണ്. അവരും ഈ വാഹനത്തിലുണ്ടായിരുന്നു. അതിദാരുണമായ അപകടമായിരുന്നു. ഈ പരിക്കേറ്റ വിദ്യാർത്ഥികൾ എന്ന് പറയുന്നത് 12 വയസ്സുള്ള ഹിഷാം, അതുപോലെ തന്നെ ഷഹദീൻ, മസ്ദിൻ എന്നീ കുട്ടികൾക്കാണ് ഇപ്പോൾ ഈ വാഹനത്തിലുണ്ടായിരുന്ന കുട്ടികൾ. ഈ കുട്ടികൾക്ക് അപകടമൊന്നും സംഭവിച്ചിട്ടില്ല. എന്തായാലും അതിദാരുണമായ അപകടമാണ് സംഭവിച്ചിട്ടുള്ളത്. കാടാമ്പുഴയിൽ നിന്നുള്ള വാഹനമാണ്, അതായത് ശലഭം എന്ന വാഹനമാണ് ഇവർ വിളിച്ചു പോയിരുന്നത്. അതിദാരുണമായ അപകടം. എന്തായാലും വാഹനം പൂർണ്ണമായും തകർന്നു. ദാരുണ അപകടം സംഭവിച്ചു. എന്തായാലും അതുപോലെ തന്നെ ജില്ലാ കളക്ടർ ഏകോപനത്തിൽ ഇവിടുന്ന് ഒരു വിദഗ്ധ സംഘം തന്നെ തമിഴ്നാട്ടിലേക്ക് രക്ഷാപ്രവർത്തനത്തിന് പുറപ്പെട്ടിട്ടുണ്ട്. എന്തായാലും അതായത് പോസ്റ്റ്മോർട്ടം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഏകോപിപ്പിക്കാനാണ് ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിലുള്ള പ്രധാന സംഘം മലപ്പുറത്തു നിന്നും കോയമ്പത്തൂർ, അതുപോലെ തന്നെ പൊള്ളാച്ചിയിലേക്കും തിരിച്ചിട്ടുള്ളത്. ശരി, പ്രജിത്ത് കോങ്ങാട് ചേരുന്നുണ്ട്. പ്രജിത്ത്, വലിയ ദുരന്തമാണ്. അവിടെ വാൽപ്പാറയിൽ നിന്നും ആദ്യം പൊള്ളാച്ചിയിലേക്കാണ് ഈ പരിക്കേറ്റവരെ കൊണ്ടുപോയത്. മരണം സംഭവിച്ചത് അവിടെ ഉണ്ട്. ഇനി കോയമ്പത്തൂരിലേക്ക് വിദഗ്ധ ചികിത്സയ്ക്കായി മാറ്റുന്നു എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ ഈ കോയമ്പത്തൂരിലേക്ക് പൂർണ്ണമായിട്ടും പരിക്കേറ്റ ആളുകളെ മാറ്റിയോ? എന്താണ് അവിടുത്തെ വിവരങ്ങൾ? പരിക്കേറ്റവരെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം 3 ആളുകളെ ഇനി മാറ്റിയിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള 1-2 പേരും കൂടി ഉണ്ടാവും. അവരെ മാറ്റുന്ന നടപടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. മരിച്ച അവരുടെ മൃതദേഹമെല്ലാം ഇപ്പോൾ പൊള്ളാച്ചി ആശുപത്രിയിലാണ് ഉള്ളത്. ഇന്ന് വൈകുന്നേരം ഒരു 5 മണിയോട് കൂടിയാണ് നാടിനെ നടുക്കിയ ഇത്രയും വലിയ ഒരു സംഭവം വാൾപ്പാറയിൽ നിന്നുണ്ടാകുന്നത്. മലപ്പുറത്ത് നിന്ന് വിനോദയാത്രയ്ക്ക് പോയി ആതിരപ്പള്ളി വഴി നേരെ ആതിരപ്പള്ളി മലക്കപ്പാറ പോയി എന്നിട്ട് തിരിച്ചു വരുന്ന വഴിയാണ്, ഇവർ വാൾപ്പാറ കണ്ട് തിരിച്ചു വരുന്ന വഴിയാണ് ഇത്രയും വലിയൊരു അപകടം ഉണ്ടായത്. 13ാം വളവിൽ നിന്ന് വണ്ടിയുടെ ബ്രേക്ക് കിട്ടാതെ അത് 13ാം വളവ് സമീപത്തുള്ള
ഭിത്തിയിൽ ഇടിക്കുകയും തുടർന്ന് അത് കൊക്ക പറഞ്ഞ താഴത്തോട്ട് മറിയുകയും ശേഷം അത് 7ാം വളവിന്റെ അവിടെ വന്നിട്ടാണ് നിന്നത്. ഏകദേശം വണ്ടി പൂർണ്ണമായും ആ ഇടിയും ആ താഴത്ത് വീഴുന്ന മറിച്ചിലും പൂർണ്ണമായും തകർന്നു. വണ്ടിയെ വെട്ടിപ്പൊളിച്ചിട്ടാണ് അതിൽ നിന്ന് കുറെ ആളുകളെ എടുത്ത് പുറത്തെടുത്തത്. പിന്നെ അവിടെ അതൊരു സമീപത്തൊന്നും ആംബുലൻസുകളൊന്നും ഉണ്ടായിരുന്നില്ല. അവിടെ നിന്ന് 60 കിലോമീറ്റർ അകലെയാണ് പൊള്ളാച്ചിയിലെ ഇപ്പോഴത്തെ ആശുപത്രി ഉള്ളത്. അതുകൊണ്ട് രക്ഷാപ്രവർത്തനം ദുർഘടമായിരുന്നു. എന്നാലും ഇപ്പോൾ മരിച്ച മൃതദേഹങ്ങളെല്ലാം പൊള്ളാച്ചിയിലെ ആശുപത്രിയിലാണ് ഉള്ളത്. നാളെ രാവിലെ മുതൽ തന്നെയാണ് ഇതിന്റെ ഇൻക്വസ്റ്റ് നടപടികൾ നടക്കുള്ളൂ എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. പ്രജിത്ത്, അപ്പോൾ അതായത് നാളെ തന്നെ നാട്ടിലേക്ക് ആ മൃതദേഹങ്ങൾ കൊണ്ടുവരാനുള്ള സാധ്യതയുണ്ടോ, സാഹചര്യമുണ്ടോ? നാട്ടിൽ നിന്ന് ആളുകൾ എത്തി അവരെ തിരിച്ചറിഞ്ഞ ശേഷം ഇവിടുന്ന് കലക്ടർ ഉൾപ്പെടെയുള്ളവരെല്ലാം ഇപ്പോൾ പൊള്ളാച്ചിയിലേക്ക് പുറപ്പെട്ടിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. അത് കഴിഞ്ഞു പറഞ്ഞാൽ എത്രയും പെട്ടെന്ന് അവിടുന്ന് ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം പോസ്റ്റ്മോർട്ടം നടപടികൾ ഉണ്ടാവും. അതിനുശേഷം ഒരു ഉച്ചയോടുകൂടി എല്ലാം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ഉച്ചയോടുകൂടി ഇപ്പോൾ നാട്ടിലേക്ക് തിരിക്കും എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. എൽദോ. റൈറ്റ്. ജിഷാദ്, ഈ പാങ്ങിൽ നിന്നും ആ യാത്ര തിരിച്ച സംഘം അത് എത്ര പേരായിരുന്നു? എല്ലാവരും ആ സ്കൂളുമായി ബന്ധപ്പെട്ടുള്ള ഒരു യാത്രയായിരുന്നില്ലേ പൂർണ്ണമായിട്ടും? ഇതോ 2 മാസം മുമ്പ് തന്നെ ഇവര് സ്റ്റാഫ് ടൂർ പ്ലാൻ ചെയ്തിരുന്നെന്നാണ് നമുക്ക് ഇവിടുന്ന് ലഭിക്കുന്ന സൂചന. 13 പേരാണ് ഈ സംഘത്തിൽ ഉണ്ടായിരുന്നത്. ഡ്രൈവർ അടക്കം 14 പേരാണ് ഈ അപകടത്തിൽപ്പെട്ടിട്ടുള്ളത്. എന്തായാലും അതിദാരുണമായ അപകടമാണ്. അതായത് സ്കൂൾ പൂട്ടി ആ വെക്കേഷനിലുള്ള ഒരു ടൂറ്, അതായത് ഈ അധ്യാപകരുടെ നേതൃത്വത്തിലുള്ള ഒരു ടൂർ ഇവർ തന്നെ അറേഞ്ച് ചെയ്തെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും പ്രധാന അധ്യാപിക അടക്കം മരിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായി. അതിദാരുണമായ അപകടമാണ്. നാട് അടക്കം ഒന്നടങ്കം കണ്ണീരിലാഴ്ത്തിയ ഒരു സംഭവമാണ്. പ്രധാന അധ്യാപകരും ടീച്ചർമാരെല്ലാം മരിച്ച സംഭവം. അതുപോലെ തന്നെ അയൽവാസികളായ ആളുകളെല്ലാം ഈ സങ്കടങ്ങൾ പങ്കുവെക്കുന്നു. എന്തായാലും അതായത് 2 വിദ്യാർത്ഥികൾക്കും കൂടി ഇതിൽ പരിക്കേറ്റിട്ടുണ്ട്. ഒരു വിദ്യാർത്ഥിക്ക്, അതായത് ഇഷാം അതായത് ഫായിസ് എന്ന് പറഞ്ഞ വിദ്യാർത്ഥിക്ക് ഇതിൽ അപകടത്തിൽ നേരിയ പരിക്കായിട്ടുള്ളൂ. അതാണ് അറിയാൻ കഴിയുന്നത്. എൽദോ. റൈറ്റ്. എന്താണേലും അപകടത്തിൻ്റെ വിവരങ്ങളാണ് ജിഷാദും പ്രജിത്തും നൽകിക്കൊണ്ടിരുന്നത്. അവിടെ പൊള്ളാച്ചിക്ക് സമീപമുള്ള വാൽപ്പാറയിലെ 13ാം വളവിൽ അവിടെ വെച്ച് നിയന്ത്രണം നഷ്ടപ്പെട്ടാണ് ആ ടൂറിസ്റ്റ് വാൻ ഒരു ഭിത്തിയിലേക്ക് ഇടിക്കുകയും അതിനുശേഷം ഏതാണ്ട് 800 അടി താഴ്ചയിലേക്ക് മറിഞ്ഞാണ് ഈ വലിയ ദുരന്തമുണ്ടാകുന്നത്. 9 പേർക്കാണ് ജീവൻ നഷ്ടമായത്. 8 പേർ സംഭവസ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു. ഒരാൾ പൊള്ളാച്ചിയിലെ സർക്കാർ ആശുപത്രിയിൽ എത്തിച്ച ശേഷമാണ് മരിച്ചത്. 6 പേരുടെ നില ഗുരുതരമാണ്. 6 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. അവർ ഗുരുതരമായിരിക്കുന്നു. എന്തായാലും വാനിലുണ്ടായിരുന്ന എല്ലാവരും ഈ മലപ്പുറം പാങ്ങ് പ്രദേശത്തുള്ളവരാണ്. പാങ്ങ് പാറമ്മൽ GLP സ്കൂളിലെ അധ്യാപകരാണ് അതിൽ ഭൂരിഭാഗവും. അവരുടെ കുടുംബാംഗങ്ങൾ, ആ സ്കൂളിലെ ഒപ്പം ഡ്രൈവർ, അദ്ദേഹവും മരിച്ചു. വൈകിട്ട് ഏതാണ്ട് 5:25 കൂടിയാണ് ഈ അപകടം സംഭവിക്കുന്നത്. വാൽപ്പാറ 13ാം വളവ് തിരിക്കുന്ന സമയം ഈ വണ്ടിയുടെ നിയന്ത്രണം തെറ്റി കൊക്കയിലേക്ക് മറിയുകയായിരുന്നു എന്നാണ് അവിടെയുള്ളവർ പറയുന്നത്. വാൻ പലവട്ടം കീഴ്മേൽ മറിഞ്ഞു. അതിനുശേഷമാണ് ആ താഴത്തെ റോഡിൽ പതിച്ചത് എന്നാണ് അറിയാൻ കഴിയുന്നത്. 13ാം വളവിൽ നിന്ന് ഏതാണ്ട് 800 മീറ്റർ താഴ്ചയിലേക്കാണ് ആ വാഹനം വീണ് ഇത്ര ദാരുണമായിട്ടുള്ള അപകടം സംഭവിച്ചത്. വേനലവധിക്കാലത്ത് കുടുംബമായിട്ട് ഉല്ലാസയാത്രയ്ക്ക് പോയ അധ്യാപക സംഘമാണ് അപകടത്തിൽപ്പെട്ടത്. കളക്ടറുടെ പ്രതികരണം വന്നിട്ടുണ്ട്, അതിലേക്ക്. 13 பேசஞ்சர்ஸ் இருந்தாங்க. அதில் 8 பெண்கள் 5 ஆண்கள். ஸோ அந்த விபத்தில் நடந்த உடனே, தகவல் வந்த உடனே தீயணைப்புத்துறை, நம்ம ஹெல்த் டிபார்ட்மெண்ட், வருவாய்த்துறை, காவல்துறை உள்ளிட்ட அனைத்து துறை சார்ந்த அதிகாரிகள் உடனுக்குடன் இந்த இடத்துக்கு சென்று ரெஸ்கியூ ஆப்ரேஷன்ஸ் உடனுக்குடன் துவங்கப்பட்டது. அதில் ஆம்புலன்ஸ் மூலமாக அங்கே ஆக்சிடெண்ட்டில் எஃபெக்ட் ஆன அனைத்து பேசஞ்சர்ஸ்க்கு எல்லாமே நம்ம பொள்ளாச்சி மருத்துவமனை கொண்டு வரப்பட்டது. அதில் இப்போ வரைக்கும் நம்ம 9 பேசஞ்சர்ஸ் டெத் இருக்கு. அதில் 7 பெண்கள் 2 ஆண்கள் மற்றும் 3 பேசஞ்சர்ஸ் நம்ம பொள்ளாச்சி மருத்துவமனையில் ஸ்டெபிலைஸ் பண்ணிவிட்டு அவங்களுக்கு கோயம்புத்தூர் மெடிக்கல் காலேஜுக்கு டெரிஷரி ட்ரீட்மெண்ட்டுக்கு அனுப்பப்பட்டிருக்குது. அவங்களோட ட்ரீட்மெண்ட் மெடிக்கல் காலேஜ் நடத்தப்பட்டு வருகிறது. ஒரு பேசஞ்சர் இங்கே பொள்ளாச்சி மருத்துவமனையில் ட்ரீட்மெண்ட் எடுத்துகிட்டு இருக்காங்க. ஷீ இஸ் அவுட் ஆஃப் டேஞ்சர். இதில் முக்கியமாக நம்ம கேரளா மாநிலத்தை சார்ந்த
மலப்புரம் மற்றும் பாலக்காடு மாவட்டத்தை சார்ந்த பேசஞ்சர்ஸ் இவங்க எல்லாமே நம்ம மலப்புரம் மற்றும் பாலக்காடு மாவட்ட ஆட்சியரோட தொடர்பில் இருக்கிறோம். அங்கிலிருந்து கூட வந்து ஒரு டீம் ஆஃப் ஆஃபீஷியல்ஸ், ஏடிஎம் ரேங்க் இருக்கிற ஆஃபீஷியல்ஸ் வந்து அங்கிலிருந்து கிளம்பியிருக்காங்க. அவங்க கூட நம்ம தொடர்பில் இருக்கோம். இந்த போஸ்ட்மார்ட்டம் உள்ளிட்ட அனைத்து ஃபர்தர் பணிகளை வந்து நம்ம மாவட்ட நிர்வாக சார்பாக அனைத்து துறை சார்ந்த அதிகாரிகள் இருந்து தொடர்ந்து வந்து நம்ம எடுத்துக்குவோம்.